നമസ്കാരം. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രമായ നാടോടിക്കാറ്റിൽ അതിലെ വില്ലനായ അനന്തൻ നമ്പ്യാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തിലകൻ എപ്പോഴും CID എസ്കേപ്പ് എന്ന് വിളിച്ചുകൊണ്ട് ഓടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സിനിമയുടെ രണ്ടാം ഭാഗമായ പട്ടണപ്രവേശത്തിലെ രംഗങ്ങൾ നമ്മെ ഏറെ ചിരിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ അല്ലെങ്കിൽ ഏതാണ്ട് ഇതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഓട്ടം, ഒരു എസ്കേപ്പ് റഷ്യയിലുണ്ടായതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായി മാറിയിരിക്കുന്ന ഒരു ദൃശ്യം. ഇതിൽ കാണിക്കുന്നത് ഒരു ഓറഞ്ച് നിറത്തിലുള്ള വാഹനത്തെ പോലീസ് വാഹനം ചേസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഈ ഓറഞ്ച് നിറത്തിലുള്ള വാഹനം നിർത്തുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓടി ഈ കാറിനടുത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്നാണ് ഒരു അത്ഭുതം സംഭവിക്കുന്നത്. ഈ കാർ രണ്ടായി പിളർന്ന് മാറുകയാണ്. എന്നിട്ട് ഈ കാറിലുണ്ടായിരുന്ന വ്യക്തി, അയാൾ ഏതോ കേസിലെ ഒരുപക്ഷെ പിടികിട്ടാപ്പള്ളിയോ കേസിലെ പ്രതിയോ മറ്റായിരിക്കാം, ഇയാൾ ഓടി രക്ഷപ്പെടുന്നതായിട്ടാണ് അടുത്ത് കാണുന്നത്. പോലീസുകാർ ഓടിയിട്ടൊന്നും രക്ഷയില്ല, ഇയാൾ രക്ഷപ്പെടുന്നു. അങ്ങനെ വലിയൊരു എസ്കേപ്പ് അവിടെ സംഭവിച്ചിരിക്കുന്നു ഇയാൾക്ക്. മാത്രമല്ല, ഈ കാർ രണ്ടായി പിളർന്ന് മാറിയതിൻ്റെ ഒരു ഭാഗം അവിടെ കിടക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പിന്നീട് ഈ ഭാഗത്തെ പ്രാദേശിക മാധ്യമങ്ങൾ നൽകിയ വാർത്ത അനുസരിച്ചാണെങ്കിൽ ഇയാൾ വളരെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്വിച്ച് ഈ കാർ ക്രമീകരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സ്വിച്ച് അമർത്തിയാൽ കാർ രണ്ടായി പിളർന്ന് മാറും. അങ്ങനെ ആ സംവിധാനം ഒരുക്കിയിരുന്നു കൊണ്ടാണ് ഇയാൾക്ക് പോലീസുകാർ അടുത്തെത്തിയപ്പോൾ അവരെ അമ്പരപ്പിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞത്. കുറച്ച് നേരത്തേക്ക് പോലീസുകാർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം മനസ്സിലായിരുന്നില്ല. ഒരു കാർ പെട്ടെന്ന് രണ്ടായി പിളർന്ന് മാറുകയും അതിലിരുന്ന ആളിറങ്ങി ഓടുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഏതായാലും ഇയാളുടെ രക്ഷപ്പെടൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് സമാനമായൊരു സംഭവം കഴിഞ്ഞ മാർച്ചിലും ലണ്ടനിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കേസിലെ പ്രതി അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും തുടർന്ന് പോലീസ് പിന്തുടർന്ന് കൂടെ എത്തുന്നതും ഇയാൾ അടുത്ത് ചെയ്യുന്നത് രക്ഷപ്പെടുന്നതിന് വേണ്ടി വലിയൊരു മതിൽ കയറി ചാടാൻ ശ്രമിക്കുന്നതാണ്. 40 അടി ഉയരമുള്ള ഒരു മതിലാണ് ഇത്. ഇതിൻ്റെ ഏതാണ്ട് 20 അടിയോളം ഇയാൾ സ്പൈഡർമാനെ പോലെ വലിഞ്ഞു കയറുന്നതായ ദൃശ്യങ്ങൾ കാണാം. 20 അടി മുകളിലെത്തുമ്പോൾ പോലീസുകാർ ഓടിയെത്തി അവിടെ വാഹനം നിർത്തി പെട്ടെന്ന് ഇയാളോട് താഴെ ഇറങ്ങി വരാൻ ആവശ്യപ്പെടുന്നുണ്ട് നിരന്തരമായി. പിന്നീട് അങ്ങോട്ടുള്ള ഭാഗം വീഡിയോയിൽ ദൃശ്യമല്ല. എന്നാൽ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വളരെ വിചിത്രമായ മറ്റൊരു രംഗമാണ്. ഈ മുകളിൽ നിൽക്കുന്ന ഇയാളോട് പോലീസുകാർ ചാടാൻ പറയുമ്പോൾ ഇയാൾ പിടിവിട്ട് താഴേക്ക് വന്ന് വീഴുകയാണ്. ഇയാൾ വന്ന് പതിക്കുന്നത് ഈ കൂട്ടത്തിലുള്ള ഒരു പോലീസുകാരൻ്റെ ശരീരത്തിലേക്കാണ്. അങ്ങനെ ഈ വീഴ്ചയുടെ ആഘാതത്തിൽ പോലീസുകാരൻ ആദ്യം മറിഞ്ഞു വീഴുന്നുണ്ട്. പക്ഷേ 4 പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ ഇയാളെ വളഞ്ഞിട്ട് പിടിക്കുകയാണ്. മാത്രമല്ല, സംഭവം അറിഞ്ഞ് ഒരുപാട് പോലീസുകാർ എത്തി. ആ റോഡ് മുഴുവൻ പോലീസുകാർ വളഞ്ഞ് ഇയാളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നതാണ് കാണുന്നത്. ഇയാൾ താഴേക്ക് വീണപ്പോൾ ദേഹത്ത് തട്ടി വീണ ആ പോലീസുകാരനും അത്യാവശ്യം പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ നില കുഴപ്പമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് പോലീസുകാർക്ക് തന്നെ എന്തെങ്കിലും പറ്റിയോ എന്ന് ഇയാളോട് ചോദിക്കുന്നത് വലിയ കുഴപ്പമില്ല എന്ന് അയാൾ പറയുന്നതൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പിന്നീട് വലിയ തോതിൽ വൈറലായി മാറിയിരുന്നു. ആളുകളൊക്കെ തന്നെ ഇയാൾ ആര് സ്പൈഡർമാനാണോ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നതായി നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയും. നമ്മുടെ പോലീസുകാർ അനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളും നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ. ഒരാളിനെ പിടിക്കാനെത്തുമ്പോൾ അയാൾ സഞ്ചരിച്ചിരുന്ന കാർ തന്നെ രണ്ടായി പിളർന്ന് മാറി അയാൾ ഓടി രക്ഷപ്പെടുന്നു. മറ്റൊരാളിനെ പിടിക്കാനെത്തുമ്പോൾ അയാൾ 40 അടി പൊക്കമുള്ള മതിലിൻ്റെ മുകളിൽ സ്പൈഡർമാനെ പോലെ വലിഞ്ഞു കയറുന്നു. താഴോട്ട് ഇറങ്ങാൻ പറയുമ്പോൾ ആദ്യം ഇറങ്ങാതിരുന്ന അയാൾ പിന്നീട് താഴെ വീഴുന്നു. അത് പോലീസുകാരൻ്റെ ദേഹത്തേക്കാണ് മറിഞ്ഞ് വീഴുന്നത്. അയാൾക്ക് പരിക്കേൽക്കുന്നു. ഒടുവിൽ പോലീസ് ഇയാളെ അതിസാഹസികമായി പിടികൂടുന്നു. ഇതൊക്കെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള രംഗങ്ങളാണെങ്കിലും ഇപ്പോൾ അതൊക്കെ തന്നെ യാഥാർത്ഥ്യമായും നിത്യജീവിതത്തിലും നമ്മുടെ മുന്നിൽ ഇത്തരം ദൃശ്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.